ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ശിശ്വന വ്ളോഗ്സിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യം നന്ദി പറയട്ടെ. അപ്പോൾ ഇന്ന് നമ്മളുടെ ശിശ്വന വ്ളോഗ്സിൻ്റെ അയോധ്യ ട്രിപ്പിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. ബാക്കി 4 കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ആ യാത്ര അമ്പലത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നറിയാലോ. എങ്കിലും ആ പരിമിതിയിൽ നിന്നുകൊണ്ട് എത്ര കണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത്രയും കവർ ചെയ്തിട്ടുണ്ട്. ഗംഗാ നദിയും അതുപോലെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് അറിയിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. നിൽക്കുന്നത് കാലഭൈരവൻ്റെ ടെമ്പിളാണ്. കാരണം ശിവനെ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഭൈരവനെ കണ്ടിട്ടാണ് ശിവഭഗവാനെ കണ്ടത്. അതിൻ്റെ പിന്നിലൊക്കെ ഐതിഹ്യങ്ങളുണ്ട്. ഗൂഗിളിലൊക്കെ പോയി നോക്കി നമുക്കറിയാൻ പറ്റും. നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണി 5:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ അമ്പലത്തിൽ നല്ല തിരക്കാണ്. ഇനി ഞങ്ങൾ നേരെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റും. കുറേ ഇങ്ങനെ അമ്പലങ്ങൾ അതിനകത്ത് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാലഭൈരവ സ്വാമിയുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ നേരെ കാശി വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഗൈഡ് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കയറ്റം, ഒരു ട്രൈഡൻറ്റ് പോലെ ഒരു ഷേപ്പാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. രാവിലെ എണീറ്റ് നല്ല തിരക്കുണ്ട് കേട്ടോ. അമ്പലത്തിൽ അഗൈൻ നമുക്കൊരു ലെവൽ വരെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോവാം. വാരണാസിയിലെ പോലീസ് സ്റ്റേഷൻ. ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തുന്തോറും നമ്മൾ കൂടുതൽ ഭക്തിസാന്ദ്രമാവുകയാണ്. കാണാൻ അതിഗംഭീരമായിട്ടുള്ളൊരു സ്ഥലവും അതുപോലെ നല്ലൊരു തിരക്കുണ്ടായിരുന്നു കേട്ടോ. അന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ലൊരു തിരക്കുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നിവേദിക്കുന്നത് പ്രധാനമായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവും അതുപോലെ എരിക്കിൻ്റെ പൂവൊക്കെയാണ് കേട്ടോ. ശിവഭഗവാന് ഏറ്റവും ഇഷ്ടം എരിക്കിൻ്റെ പൂവാണ്, അറിയാലോ. അതുപോലെ അവർ തന്നെ റെഡിമെയ്ഡ് പ്രസാദ കിറ്റൊക്കെ അതിൻ്റെ കൂടെ ആ കൊട്ടയിൽ തന്നെ വയ്ക്കുന്നുണ്ട്. ഇതുണ്ട് എരിക്കിൻ്റെ പൂവ്. ഇതൊരു ശിവഭഗവാൻ നമ്മൾ നിവേദിക്കുന്ന ഒരു പൂവാണ്. ഈ ഒരു കൊട്ടയ്ക്ക് 200 രൂപയാണ്. നമ്മൾ അവിടെ പൂജയ്ക്ക് നമ്മളിത് കൊണ്ടുപോയിട്ട് നമ്മൾ നടയിൽ കൊടുക്കുകയാണ്. ഇതിനൊരു 200 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു സുഖം ദർശൻ പറയും. നമുക്ക് അധികം ക്യൂ നിൽക്കാതെ കയറി പോകുന്നൊരു സുഖം ദർശനുണ്ട്. അതിന് ഒരാൾക്ക് 300 രൂപയാണ്. അപ്പോൾ അത് നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മൾ 12 പേര്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അകത്തേക്ക് കടത്തുകയാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഇതാണ് എൻട്രൻസ് കേട്ടോ ക്ഷേത്രത്തിനകത്തേക്ക്. അകത്ത് പ്രവേശിച്ചാൽ ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ചെരുപ്പ് വയ്ക്കാനുള്ളൊരു സ്ഥലം കാണാം. അതിനോടൊപ്പം നമ്മുടെ MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാത ഗാനം ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണ്. ഒരു ഗംഭീരമായൊരു ആംബിയൻസ്. ഇതാണ് അമ്പലത്തിൻ്റെ അകം കേട്ടോ. Manikarnika. Yeah, Manikarnika. Not here. Manikarnika is there. She's a blogger. You can see the red temple. Okay. That's a Manikarnika. Okay. Beside that red temple, there is a place that cremate the dead body. There are 2 cremation places here in Varanasi. Okay. Manikarnika and Harishan. So you can see the Manikarnika there. Manikarnika is that one. Yeah, that green color and all, no? No, the green color red temple. Beside the red temple, there is a place on the roof they cremate the dead body because water level. So can we go there? We can go and see, no? Okay, thank you. Will be crowd. Okay.
അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്ത് പോയി എല്ലാം കണ്ടു. ഇപ്പോൾ ഞങ്ങൾ പുറത്ത് വന്ന് കാണാനാണ്. കാശിയിലെ അതെ ചളിവെള്ളം പോലെ ഉണ്ട്, പക്ഷെ എന്നാലും പുണ്യനദിയായിട്ട് കണക്കാക്കപ്പെട്ട നമ്മുടെ ഗംഗാ നദിയുടെ അടുത്തേക്ക് ഞങ്ങൾ വരികയാണ്. ഗംഗാ നദി കണ്ടോ ഒഴുകുന്നത്? ഇതാണ് ഗംഗാ നദി. നമ്മുടെ ഇത്രയും അടുത്ത് വന്ന് ഈ മഹാനദിയെ കാണാൻ പറ്റിയത് തന്നെ വലിയ പുണ്യമാണ്. ഗംഗാ നദി ഇവിടെ കാണാം. അവിടെ അതിനൊപ്പം നമ്മുടെ കുറച്ച് ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്, പാവങ്ങൾ. അവർക്കെങ്കിലും അവിടെ എൻട്രി ഉണ്ട്, നമുക്ക് അതിനകത്ത് എൻട്രി ഇല്ല, അവർക്ക് അതിനകത്ത് എൻട്രി ഉണ്ട്. ഇതാണ് മണികർണിക ഘട്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഈ സംസ്കാരം അതൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ കാശിയിൽ. അപ്പം ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു തന്ന ഗൈഡുണ്ട് ഞങ്ങളുടെ കൂടെ. കണ്ട ഇവിടെ ശവസംസ്കാരം ചെയ്യുന്ന വിറകുകളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? ഇതിനൊക്കെയുള്ള വിറക് കൊണ്ടുകൊണ്ട് നമുക്ക് ഇറങ്ങിക്കോ. निकाल दे रहे ഇവിടെയാണ് ആളുകൾ സംസ്കാര ചടങ്ങൊക്കെ നടത്തിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. बोलेंगे हम एक ग्रुप है उनको बोलकर आएगा. संस्कार देख सकते हैं हम पूछ के आएगा. ഇതിൻ്റെ മുകളിൽ പോയാൽ നമുക്ക് ഇവിടെ നിന്ന് ഇസ്ക ഊപ്പർ ഇങ്ങനെ പോയാൽ നമുക്ക് അവിടെ ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. ഭയങ്കര വെള്ളവും അഴുക്കൊക്കെയാണ്, പക്ഷെ നിവർത്തിയില്ല, നമുക്ക് കാണണമെങ്കിൽ പോകണം. ഇവിടെയാണ് സംസ്കാരങ്ങളൊക്കെ ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഭഗവതിയുടെ അമ്പലം. നമ്മൾ കാശിയിൽ നിന്ന് ഇറങ്ങുന്ന വിശാലാക്ഷ്മി ടെമ്പിളും കൂടെ കണ്ടിട്ടാണ് ഇറങ്ങുന്നത്. അതാണ് വിശാലാക്ഷ്മി ഒരു പൂജ ചെയ്യുന്നത്. ഇവിടെ സാരിയൊക്കെ നമുക്ക് പ്രസാദമായി തരുന്നുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് കാണാം ഇങ്ങനെ ശിവലിംഗങ്ങൾ. വിശാലാക്ഷി ടെമ്പിളിലാണിത്. ഇങ്ങനെ ക്ഷേത്രത്തിൽ നമുക്ക് കാണാം ശിവലിംഗങ്ങൾ, ഒരുപാട് ശിവലിംഗങ്ങളുണ്ട്. നമുക്കിങ്ങനെ തൊട്ട് നമസ്കരിക്കാം. പ്രതിഷ്ഠകൾ അമ്മേ മഹാമായി ശ്രീ ശങ്കരാചാര്യരുടെ. നമുക്കിങ്ങനെ ഇവിടെ നന്ദി കാണാം, ഭഗവാൻ നന്ദി, ഇങ്ങനെ എല്ലാം കാണാൻ പറ്റും നമുക്ക്. ശിവലിംഗങ്ങളെല്ലാം, ശിവപ്രതിഷ്ഠയെല്ലാം നമുക്ക് കാണാം. ഇങ്ങനെ കാണാൻ പറ്റും. വിശാലാക്ഷി ക്ഷേത്രത്തിൻ്റെ അകത്താണിത്. ഇവിടെ നമുക്കിങ്ങനെ ഇത് ഗണപതി ഹോമം ചെയ്ത സ്ഥലം. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നവഗ്രഹങ്ങൾ കാണാം നമുക്ക്. വിശാലാക്ഷി ക്ഷേത്രത്തിൽ തന്നെയാണതുള്ളത്. നവഗ്രഹങ്ങൾ കാണാം. ഇതെല്ലാം നവഗ്രഹങ്ങളാണ്. വളരെ ഒരു ഓൾഡ് ആൻറ്റിക് ലുക്കൊക്കെ ഉള്ള ഒരു അമ്പലത്തിൻ്റെതായ എല്ലാം ഉണ്ട് ഇതിൽ. അപ്പം ഇത് നമ്മളുടെ ഗംഗാ തീർത്ഥത്തിൽ ദീപം കൊളുത്തുന്ന കുട്ടികളാണ്. ഇത് സൃഷ്ടി, तुम्हारा नाम कोमल और उसका नाम क्या है? इसका तुम्हारा नाम क्या है? ഗുഡിയ. അപ്പോൾ ഗുഡിയ, കോമൽ, സൃഷ്ടിയാണ് ഞങ്ങൾക്കിന്ന് ദീപം കൊളുത്താൻ സഹായിച്ചത്. അപ്പോൾ ബൈ സൃഷ്ടി, ബൈ. അങ്ങനെ ഞങ്ങൾ ഗംഗാ നദിയിലിറങ്ങി ഗംഗാ മാതാവിന് ആരതി വെച്ച് ദീപം വെച്ച് അനുഗ്രഹമൊക്കെ മേടിച്ച്. അവിടെ വെള്ളത്തിലൊരാളെ കാണുന്നുണ്ടോ? പുള്ളി ഇങ്ങനെ എപ്പോഴും ആ വെള്ളത്തിലാണ്. അപ്പോൾ നമ്മളിടുന്ന ദക്ഷിണയൊക്കെ പുള്ളി വായിലാണ് ശേഖരിക്കണം. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടാവും. പക്ഷെ അത്രയും സമയം അദ്ദേഹം ആ അതിനകത്ത് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായിരിക്കും അത്.
അങ്ങനെ ഗംഗാ നദിയിലിറങ്ങി ഗംഗാമാതാവിൻ്റെ അനുഗ്രഹമൊക്കെ നേടാൻ പറ്റി. അവിടെ അതിന് സഹായിച്ച കുട്ടികളൊക്കെ ആയി നിന്ന് വളരെ നല്ല കുട്ടികളാണ്. അവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ശ്രീ പഞ്ച് അഗ്നി അഖാഡ ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ ഈ ഗംഗാ നദിയുടെ ദീപം കൊളുത്തിയത്. അങ്ങനെ കാശി വിശ്വനാഥ ക്ഷേത്രം ഇതാണ് മുഴുവനായിട്ട്. നമുക്ക് കുറച്ചടുത്ത് ഗോൾഡൻ കളർ കാണുന്നതാണ് അമ്പലം കേട്ടോ, ഗർഭഗൃഹം. ഭഗവാന്റെ പ്രതിഷ്ഠ, ആ പൂജകളൊക്കെ കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നനഞ്ഞു കേട്ടോ. ചില കരയും കൂടെ ചെയ്യുന്നുണ്ട്. അത്രയും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷവും അത്രയും എന്താ പറയുക, ഒന്നും പറയാൻ പറ്റാത്തത്ര രീതിയിലുള്ള ഒരു അനുഭൂതിയാണ് അവിടെ ചെല്ലുന്നത്. ഗംഗാ നദിയും അമ്പലത്തിലുള്ളതും വളരെ അത്ഭുതകരമായി പറയേണ്ടത് ഈ അമ്പലത്തിനോട് ചേർന്നൊരു പള്ളിയുണ്ട് കേട്ടോ. നമുക്കത് ഫോട്ടോ എടുക്കാൻ അനുവദനീയമല്ല, അതുകൊണ്ടാണത് കാണിക്കാത്തത്. അതും വളരെ ചേർന്നിട്ടാണ്. അപ്പം നമുക്ക് നന്ദി വിഗ്രഹമുണ്ട് അവിടെ ഭഗവാന്റെ. ആ വിഗ്രഹം ഫേസ് ചെയ്യുന്നത് തന്നെ ആ പള്ളിയുടെ ഭാഗമായിട്ടാണ്. അത് നമ്മൾക്ക് കാണിക്കാൻ പറ്റില്ല. ഈ സൈക്കിൾ റിക്ഷകൾ വാരണാസിയുടെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ. ആ റിക്ഷ ഞങ്ങളെല്ലാവരും ആ റിക്ഷയിൽ കയറിയിട്ടാണ് നമ്മുടെ വാൻ നിൽക്കുന്നവിടേക്ക് വന്നത്. ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും അതിൽ കയറി ഹെഡ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഗംഭീരമാണ് കേട്ടോ. ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഇത്. മതി മതി അല്ലേ? അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തും അകത്തുമായിട്ട് അനേകം ഫോട്ടോകളൊക്കെ എടുത്തു. അതിഗംഭീരമായിരുന്നു കേട്ടോ. പറയാൻ പറ്റാത്തത്ര അനുഭൂതിയാണ്. ഇത് ഞങ്ങളുടെ തലയുടെ പിന്നിൽ കാണുന്ന സ്വർണ്ണഗോപുരമാണ് അമ്പലത്തിൻ്റെ ഗർഭഗൃഹം. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും. കാശി വിശ്വനാഥ ക്ഷേത്ര യാത്ര ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ. ബൈ. താങ്ക് യു.